ഹായ്, എല്ലാവർക്കും ഇസാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉസ്താദിൻ്റെ ചിലവിൻ്റെ ദിവസത്തെ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടില്ലേ? എങ്ങനെയൊക്കെ ഉണ്ട് മഴ? നല്ല മഴയുണ്ടോ? എങ്ങനെയാണെന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ചിലയിടങ്ങളിൽ നല്ല പോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് അനുയോജ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ചിക്കൻ കറി സ്റ്റൂവിൽ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം അരച്ചിട്ടുണ്ടാക്കിയ നല്ലൊരു ചിക്കൻ്റെ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാനതില്ല രാവിലെ ഉണ്ടാക്കി. ഞാൻ കാലത്തെ പിന്നെ ഉസ്താദിൻ്റെ ചിലവാകുമ്പോൾ കുറേ തിരക്കോട്ട് ഉസ്താദന്മാർക്കാകുമ്പോൾ ബിയ്യെല്ലാം കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ കാലത്തെ കുറച്ച് പണി കുറയട്ട് നിലത്തിൽ എന്നെ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് പിന്നെ ആ കറി എടുക്കുന്നുള്ളത് കാലത്തെയാണ്. അപ്പോൾ ഉസ്താദിന് കൊടുക്കുമ്പോഴാണ് ആ കറി അതിലെടുക്കുന്നുള്ളത്. അപ്പോൾ ഉസ്താദിന് കൊടുക്കുമ്പോൾ നല്ലപോലെ തിളപ്പിച്ചിട്ടാണ് അതിൽ ഉസ്താദിന് കൊടുക്കുന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒന്നിച്ച് കോമ്പിനേഷൻ ആയിട്ടുള്ളത് പത്തിരിയാണ്. അപ്പോൾ നല്ല നൈസ് പത്തിരിയും ചിക്കൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ കുറച്ച് പണിയെല്ലാം രാത്രിയേ ചെയ്ത് വെച്ചെങ്കിൽ രാവിലെ നമുക്ക് പണി എളുപ്പമാണ്. പിന്നെ ഉള്ളി, തക്കാളി അതെല്ലാം മുറിച്ചിട്ട് വെച്ചെങ്കിൽ എളുപ്പമോ. പിന്നെ പച്ചക്കറി എല്ലാം എന്നെ മുറിച്ചിട്ട് ഞങ്ങൾക്ക് പണിയെല്ലാം എളുപ്പമായി കിട്ടും. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ അത് ആ പത്തലെല്ലാം ഉമ്മ ചൂടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴിക്കറി അതെല്ലാം ചൂടാക്കിയിട്ട് ഉസ്താദിൻ്റെ പാത്രം കൊണ്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്നും ഞാൻ കയറ്റെടുക്കുന്നുണ്ട് ഇടയിൽ. അപ്പോൾ ഉമ്മ പത്തൽ ചുടും. അപ്പോൾ ഉമ്മയുടെ പത്തൽ ചുടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ കൊണ്ട് പോയതാണ്. അപ്പോൾ ഉസ്താമാരെ ബൈക്കല്ലെങ്കിൽ ഉമ്മാക്ക് എന്നെ ഏൽപ്പിക്കുന്നത് പത്തൽ ചൂടാനല്ലോ, എടങ്ങും നേരം ഇല്ലങ്ങാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ബൈക്കൊക്കെ പത്തൽ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്കൊരാശ. ഞങ്ങൾക്ക് പത്തൽ കൊടുത്താൽ നല്ലൊരു തൃപ്തി. അങ്ങനെയാണ് പത്തൽ കൊടുക്കുന്നത്. പിന്നെ പത്തൽ തന്നെ കൊടുക്കണം നിർബന്ധമില്ല. ദോശ, കടുമ്പ്, കൽത്തപ്പോ, അങ്ങനെ ഓട്ടുപാള, അങ്ങനെ എന്തും കൊടുക്കുക. അപ്പം ഞങ്ങൾക്കൊരു സമാധാനമാണ് പത്തൽ കൊടുത്തെങ്കാണ്. അപ്പോൾ അതിനോട് ഞങ്ങൾ പത്തൽ കൊടുക്കുന്നത്. പിന്നെ പാത്രമെല്ലാം കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണ അവിടെ പാത്രമെല്ലാം കയറ്റുണ്ടായ പാത്രം, എന്നാലും ഞങ്ങളൊരു സമാധാനത്തിന് ഞാൻ അതിലും പാത്രമെല്ലാം കയറ്റെടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും അതിൻ്റെ തൊട്ടടുത്തില്ല കാണുന്നില്ല ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറന്നു പോവല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ അതാക്ക് പാത്രമെല്ലാം കയറ്റാൻ ഞാൻ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ആറി കിട്ടാൻ വേണ്ടി ഞാൻ കമത്തി വെക്കുന്നുണ്ട് പാത്രമല്ലോ. അങ്ങനെ കൗണ്ടർ ടോപ്പെല്ലാം നല്ലപോലെ തോർത്തിയതിന് ശേഷമാണ് ഉസ്താദിൻ്റെ പാത്രം ഞാൻ അവിടെ ഉണങ്ങാനായിട്ട് വെക്കുന്നുള്ളത്. അങ്ങനെ ഉമ്മ പാത്രത്തിലൊക്കെ എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പത്തൽ കറിയെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉണ്ടായത് രാവിലെ. അങ്ങനെ ഒരു ദിവസം ഉണ്ടായത് ഞങ്ങൾക്ക് അങ്ങനെ ഉമ്മെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾക്കില്ല ഉസ്താദിന് ബേക്ക് കിട്ടിയത്. അങ്ങനെ ഉസ്താദ്മാർക്ക് വെക്കുന്നുണ്ട് പത്തൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തലാണ്. പത്തലിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് ഞാൻ ആദ്യം കാണിക്കാത്തത്. പിന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ അതെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം സെറ്റാക്കി പാത്രത്തിലെല്ലാം ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഞാൻ ബാഗിലാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അതിന് നേരെ കൊണ്ടുപോയിട്ട് ഉപ്പാൻ്റെ കൊടുക്കണം. അങ്ങനെ ഉപ്പ കൊണ്ടുവന്ന കാണുമ്പോൾ മോളും പോകുന്നിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഉപ്പാനാട്ടി മിന്നെ കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഓളും പോയി ഉപ്പാൻ്റെ ഒന്നിച്ച് ഉസ്താദിന് അപ്പം കൊണ്ടു കൊടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് എന്നിട്ട് തുണിയെല്ലാം നനക്കാണ്ട് അങ്ങനെ തോട്ടിൽ തുണിയെല്ലാം നനക്കി എന്നിട്ട് വന്നിട്ട് ഉമ്മ ഉച്ചക്കത്തേക്ക് കറി വെക്കാനും
ചോറ് വെച്ചിട്ട് തോട്ടിലൊക്കെ പോകുമ്പോൾ ചോറെല്ലാം വെച്ചിട്ട് പോയിനെ. അങ്ങനെ വന്നിട്ട് ബിയുമ്പോൾ തേങ്ങ കല്ലിലിട്ട് അതിന് ഉച്ചക്ക് നല്ല നാടൻ രീതിയിലുള്ള ഫുഡാവെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചക്കായങ്ങ് കുറേ ദിവസം അതൊന്നുമില്ല, വെറും 2 ദിവസമാണുള്ളത്. അപ്പോൾ നാടൻ രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ചോറ് വെച്ചതുകൊണ്ട് നനച്ചിട്ടെല്ലാം വരുമ്പോൾ പെട്ടെന്ന് ചോറ് വന്നിട്ടുണ്ടായി. പിന്നെ അതങ്ങനെ കല്ലിലാണെങ്കിൽ തേങ്ങ അരക്കാനിട്ടിന്. പിന്നെ ഞാൻ ഉള്ളെല്ലാം അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ എന്താക്കി ബിയ്യം പോയിട്ട് ദളത്തൻ്റെ പേരുണ്ടായിന്, അതിനെല്ലാം മുറിച്ചിട്ട് ഇതാ ചോറ് വാർത്ത അടുപ്പിൽ അതിലേക്ക് തന്നെ പോയിട്ട് ഉമ്മ വെക്കുന്നുണ്ട്. പിന്നെ എന്താ ബിയ്യം മീനെല്ലാം എടുത്ത് വെച്ച് കാച്ചാൻ മത്തിയും ചാറാക്കാനായിട്ട് മീനെല്ലാം ഞാൻ എടുത്ത് വെച്ച്. പിന്നെ ഉമ്മ ദാ ലാക്കുള്ള പത്തല് ചുടാനുള്ള അരി ഇതാ പോത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായി നല്ല പൗത്ത, അതാണ് മണത്തിട്ടുള്ളിൽ ഏടെ പോകാൻ കഴിയുന്നില്ല, അത്രയും വേണോ. പിന്നെ അതാ മോൾക്കാണെങ്കിൽ ചക്ക എന്നല്ല ഭയങ്കര ഇഷ്ടം. അതിനെ മുറിക്കാതെ തിന്നാതെ ഓള് വിടയില്ല. ഇനി എത്ര തിരക്കെങ്കിൽ ഓള് ബിരിയാണി ഉണ്ടെങ്കിലും ഓള് ചക്ക മിന്നെ തിന്നത്ര, ബിരിയാണി തിന്നില്ല, അങ്ങനത്തെ ഒരു സൈസിൻ്റെ ഒരു മോളാണ്. അതിനാ ഈ തിരക്കിൻ്റെ ഇടയിൽ എന്നെ കൊണ്ടോള് ചക്കനെല്ലാം മുറിപ്പിച്ച്. അങ്ങനെ ചക്കെല്ലാം ഞാൻ മുറിച്ചിട്ടാകുമ്പോൾ 1 മണിക്കൂർ അരമണിക്കൂർ ആടെ പോയി. അപ്പോഴത്തെ കല്ലിട്ടിട്ടുണ്ടായ തേങ്ങ എല്ലാം എറിഞ്ഞിട്ട് വന്നു. അതിന് ഉമ്മ എന്താക്കി ഓളെ കാത്തന് ശരിയാവലായിട്ട് ഉമ്മ എന്താക്കി അതിനെടുത്തിട്ട് കല്ലിൽ നിന്ന് എടുത്തിട്ട് ആ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല മീനിൻ്റെ കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാവുക. ഈ മീനെ നമുക്ക് നല്ല പത്യത്തിൽ നിന്നോർത്ത് തിന്ന മീൻ, നല്ല ടേസ്റ്റ് ഉണ്ട് മീനാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടം മീൻ. അപ്പോൾ ഇതിൻ്റെ ഞാൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, തേങ്ങ അരച്ച് എന്നിട്ട് അതിലേക്ക് വേണ്ടിയൊരു മീൻ വേണ്ടി എത്ര മുളക് ഇട്ടിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നല്ല നൈസായിട്ട് അരച്ച്. പുളി കറക്കി എടുക്കുന്നവർക്ക് അരക്കുമ്പോൾ തന്നെ പുളി ഇട്ടിട്ടും കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഉപ്പാക്ക് പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുളി ഇട്ട് കൊടുക്കുന്നില്ല. അതിനെ നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ അതിനെ ഗ്യാസിലേക്ക് അരപ്പെടുത്തിട്ട് ചൂടാനായിട്ട് വെച്ച്. അപ്പോൾ നല്ലപോലെ തക്കാളി ഇട്ട് കൊടുക്കുന്നത്, കറിച്ചപ്പല ഇട്ട് കൊടുക്കുന്നത്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്, അത് നല്ലപോലെ തളിച്ചിട്ടാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കറി സിമ്പിളായിട്ടുള്ള കറിയടി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാവുക. അത് ഞാൻ മീൻ കാച്ചാനായിട്ട് ഈ മീൻ മുളകിൽ വരക്കിയിട്ടുണ്ട്, അതും പിന്നെ കാച്ചിട്ടെടുത്ത്. അപ്പോഴത്തേക്ക് ഉമ്മ എന്താക്കുന്നത് നല്ല ഉസ്താതിൻ്റെ പാത്രത്തിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ പള്ളിയിൽ നിന്ന് വരുമ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ദാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് നല്ല അനുയോജ്യമായ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബായ്. തന്നെ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പീസും വ്ളോഗ്സ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് നല്ലൊരു കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. ബൈ.